അമേരിക്കൻ രാഷ്ട്രീയത്തിൽ കുടിയേറ്റ വിഷയത്തിൽ വലിയ തോതിലുള്ള ഏറ്റുമുട്ടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനാർത്ഥി സൊഹ്റാൻ മന്ദാനിയും മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള വാഗ്വാദം. കുടിയേറ്റക്കാരെ നാട് കടത്താൻ ശ്രമിക്കുന്ന ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് റെയ്ഡുകളെ തടയുമെന്ന മന്ദാനിയുടെ പ്രഖ്യാപനമാണ് ട്രംപിന്റെ അറസ്റ്റ് ഭീഷണിക്ക് വഴിവെച്ചത്. ഈ സംഭവം അമേരിക്കൻ രാഷ്ട്രീയത്തിലെ കുടിയേറ്റ നയങ്ങളെക്കുറിച്ചുള്ള വലിയ സംവാദങ്ങളെയും പ്രാദേശിക ദേശീയ രാഷ്ട്രീയത്തിലെ അധികാര പോരാട്ടങ്ങളെയും അടയാളപ്പെടുത്തുന്നുണ്ട്. ട്രംപ് പ്രസിഡന്റായിരുന്ന കാലത്ത് ഫ്ലോറിഡയിലെ അലിഗേറ്റർ അൽകാട്രാസ് എന്ന തടങ്കൽ കേന്ദ്രത്തിൽ വെച്ച് നടത്തിയ ഒരു പത്രസമ്മേളനത്തിലാണ് സൊഹ്റാൻ മന്ദാനിക്കെതിരെ ഭീഷണി മുഴക്കിയത്. ICA ഏജന്റുമാരെ മന്ദാനി തടഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. ട്രംപിന്റെ ഭരണകാലത്ത് കുടിയേറ്റ വിരുദ്ധ നിലപാടുകൾ ശക്തമായിരുന്നു. ദശലക്ഷക്കണക്കിന് രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ നാടുകടത്താനുള്ള ശ്രമങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു. ICA, ബോർഡർ പട്രോൾ തുടങ്ങിയ ഏജൻസികൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകി. ഈ നയങ്ങൾ മനുഷ്യാവകാശ പ്രവർത്തകരുടെയും കുടിയേറ്റ സമൂഹത്തിന്റെയും വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കി. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം കുടിയേറ്റം ഒരു പ്രധാന രാഷ്ട്രീയ വിഷയമായിരുന്നു. അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് അനധികൃത കുടിയേറ്റം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സാമ്പത്തിക ഭദ്രതയ്ക്കും ഭീഷണിയാണെന്ന് അദ്ദേഹം വാദിച്ചു. അതിർത്തിയിൽ മതിൽ കെട്ടാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനവും കുടുംബങ്ങളെ വേർപെടുത്തുന്ന നയങ്ങളും വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു. ഈ പശ്ചാത്തലത്തിലാണ് ICA റെയ്ഡുകൾക്ക് തടസ്സം നിൽക്കുമെന്ന മന്ദാനിയുടെ പ്രഖ്യാപനം ട്രംപിനെ പ്രകോപിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഇത് നിയമവാഴ്ചയെ ലംഘിക്കുന്നതും രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയുമാണ്. ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനത്തേക്ക് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി ഔദ്യോഗികമായി തിരഞ്ഞെടുക്കപ്പെട്ട സൊഹ്റാൻ മന്ദാനി അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഒരു പുതിയ ശബ്ദമാണ്. പ്രശസ്ത ചലച്ചിത്ര പ്രവർത്തകയായ മീര നായരുടെയും ഉഗാണ്ടൻ അക്കാദമിക് പ്രൊഫസറായ മഹ്മൂദ് മന്ദാനിയുടെയും മകനായ സൊഹ്റാൻ കുടിയേറ്റ അവകാശങ്ങൾക്ക് വേണ്ടി ശക്തമായി നിലകൊള്ളുന്നുണ്ട്. നവംബറിൽ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുകയും ചെയ്യും. ട്രംപിന്റെ ഭീഷണികളോട് അദ്ദേഹം ശക്തമായി പ്രതികരിക്കുകയുമുണ്ടായി. അത്തരം പരാമർശങ്ങൾ നമ്മുടെ ജനാധിപത്യത്തിനെതിരായ ആക്രമണവും ഭീഷണിപ്പെടുത്തലുമാണെന്ന് മന്ദാനി വ്യക്തമാക്കി. ട്രംപ് ഭരണകൂടത്തിന്റെ കൂട്ട നാടുകടത്തൽ ശ്രമങ്ങളെ അദ്ദേഹം ശക്തമായി അപലപിച്ചു. പ്രൈമറി തിരഞ്ഞെടുപ്പിന്റെ രാത്രിയിൽ നടത്തിയ പ്രസംഗത്തിൽ മുഖംമൂടി ധരിച്ച ICA ഏജന്റുമാർ കുടിയേറ്റക്കാരെ നാടുകടത്തുന്നത് തടയാൻ തന്റെ അധികാരം ഉപയോഗിക്കുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്നു. ഈ പ്രഖ്യാപനം കുടിയേറ്റ സമൂഹങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയ പിന്തുണ നേടിക്കൊടുത്തു. മന്ദാനിയുടെ നിലപാട് കേവലം രാഷ്ട്രീയമായ ഒരു പ്രഖ്യാപനമായിരുന്നില്ല. ന്യൂയോർക്കിൽ വലിയൊരു വിഭാഗം കുടിയേറ്റക്കാർ അധിവസിക്കുന്നുണ്ട്. അവരിൽ രേഖകളില്ലാത്തവരും വലിയൊരു സംഖ്യയാണ്. ICA റെയ്ഡുകൾ ഈ സമൂഹങ്ങളിൽ ഭയവും ആശങ്കയും സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു മേയർ സ്ഥാനാർത്ഥി എന്ന നിലയിൽ മന്ദാനി കുടിയേറ്റക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നത് പ്രാധാന്യമർഹിക്കുന്നുണ്ട്. പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഫെഡറൽ ഏജൻസികളുടെ പ്രവർത്തനങ്ങളിൽ എന്തുമാത്രം സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന ചോദ്യവും ഈ വിഷയത്തിൽ ഉയരുന്നുണ്ട്. ചില നഗരങ്ങൾ സാങ്ച്വറി സിറ്റികൾ ആയി പ്രഖ്യാപിച്ച് ICAയുമായി സഹകരിക്കാൻ വിസമ്മതിച്ചിട്ടുണ്ട്. മന്ദാനിയുടെ നിലപാട് ഈ നയങ്ങളോട് ചേർത്ത് വായിക്കാവുന്നതുമാണ്. ട്രംപിന്റെ ഭീഷണി കേവലം ഒരു വ്യക്തികൾക്കെതിരെയുള്ളതായിരുന്നില്ലെന്നും മന്ദാനി ചൂണ്ടിക്കാട്ടി. അമേരിക്കൻ പ്രസിഡന്റ് എന്നെ അറസ്റ്റ് ചെയ്യുമെന്നും എന്റെ പൗരത്വം എടുത്തുകളയുമെന്നും ഒരു തടങ്കൽ പാളയത്തിൽ അടയ്ക്കുമെന്നും നാടുകടത്തുമെന്നും ഭീഷണിപ്പെടുത്തി. ഞാൻ ഏതെങ്കിലും നിയമം ലംഘിച്ചതുകൊണ്ടല്ല, മറിച്ച് ICA നമ്മുടെ നഗരത്തെ ഭീകരമാക്കാൻ അനുവദിക്കില്ല എന്നതുകൊണ്ടാണെന്നും മന്ദാനി വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഇത് ജനാധിപത്യത്തിനെതിരായ ഒരു ആക്രമണമാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങളെയും രാഷ്ട്രീയ നിലപാടുകളെയും അടിച്ചമർത്താനുള്ള ശ്രമമാണിത്. അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ നമ്മുടെ ജനാധിപത്യത്തിനും നേരെയുള്ള ഒരു ആക്രമണത്തെ പ്രതിനിധീകരിക്കുക മാത്രമല്ല, മറിച്ച് നിഴലിൽ ഒളിക്കാൻ വിസമ്മതിക്കാത്ത ഓരോ ന്യൂയോർക്കുകാരനും ഒരു സന്ദേശം അയക്കാനുള്ള ശ്രമമാണ്. നിങ്ങൾ സംസാരിച്ചാൽ അവർ നിങ്ങളെ തേടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് ട്രംപിന്റെ രാഷ്ട്രീയ ശൈലിയുടെയും ഒരു പ്രതിഫലനം കൂടിയാണ്. എതിരാളികളെ നേരിട്ട് ഭീഷണിപ്പെടുത്തുന്നതും അവരുടെ നിലപാടുകളെ രാജ്യദ്രോഹമായി ചിത്രീകരിക്കുന്നതും അദ്ദേഹത്തിന്റെ പതിവ് രീതിയാണ്. കൂടാതെ ന്യൂയോർക്കിന്റെ അന്നത്തെ മേയർ എറിക് ആഡംസിന്റെ അദ്ദേഹത്തിന്റെ സ്വേച്ഛാധിപത്യ ഭീഷണികളിൽ പ്രശംസിച്ചതിനും മന്ദാനി ട്രംപിനെ വിമർശിച്ചു. ഇത് പ്രാദേശിക രാഷ്ട്രീയത്തിലെ അധികാര സന്തുലനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. ഫെഡറൽ സർക്കാരും പ്രാദേശിക സർക്കാരുകളും തമ്മിലുള്ള ബന്ധം പ്രത്യേകിച്ചും കുടിയേറ്റ വിഷയത്തിൽ പലപ്പോഴും സംഘർഷഭരിതമാണ്. ഈ സംഭവങ്ങൾ അമേരിക്കയിലെ കുടിയേറ്റ നയങ്ങളെക്കുറിച്ചുള്ള നിയമപരമായ വെല്ലുവിളികളെയും എടുത്തു കാണിക്കുന്നുണ്ട്. ICA റെയ്ഡുകൾക്ക് പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് എന്ത് പരിധി വയ്ക്കാൻ കഴിയുമെന്നത് സങ്കീർണമായ ഒരു നിയമപ്രശ്നമാണ്. പലപ്പോഴും ഫെഡറൽ നിയമങ്ങൾ പ്രാദേശിക നിയമങ്ങളെക്കാൾ ഉയർന്നതായി കണക്കാക്കപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് അവരുടെ അധികാരപരിധിയിൽ ചില നയങ്ങൾ രൂപീകരിക്കാനും നടപ്പിലാക്കാനും കഴിയും.
മന്ദാനിയുടെ നിലപാട് ഒരു രാഷ്ട്രീയ വാഗ്ദാനം എന്നതിലുപരി കുടിയേറ്റ സമൂഹങ്ങൾക്ക് ഒരു ആശ്വാസമാണ് നൽകുന്നത്. ഭയമില്ലാതെ ജീവിക്കാനും ജോലി ചെയ്യാനും പഠിക്കാനുമുള്ള അവകാശങ്ങൾക്കായി അവർ പോരാടുകയാണ്. ഒരു മേയർ എന്ന നിലയിൽ മന്ദാനിക്ക് ICAയുടെ പ്രവർത്തനങ്ങളെ നേരിട്ട് തടയാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ പ്രാദേശിക പോലീസ് സേനകളെ ICAയുമായി സഹകരിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാനും നിയമപരമായ സഹായം നൽകാനും കുടിയേറ്റക്കാരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്താനും അദ്ദേഹത്തിന് സാധിക്കും. ട്രംപിന്റെ ഭീഷണിയും മന്ദാനിയുടെ ചെറുത്തുനിൽപ്പും അമേരിക്കൻ രാഷ്ട്രീയത്തിലെ നിലവിലുള്ള വിള്ളലുകളെ വ്യക്തമാക്കുന്നുണ്ട്. കുടിയേറ്റം, നിയമവാഴ്ച, ജനാധിപത്യ മൂല്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് ഇവിടെ ഏറ്റുമുട്ടുന്നത്. നവംബറിലെ തിരഞ്ഞെടുപ്പ് ഈ വിഷയത്തിൽ അമേരിക്കൻ ജനതയുടെ നിലപാട് എന്താണെന്ന് നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്കും വഹിക്കും.